ഈശോയിൽ സ്നേഹമുള്ളവരെ, ഏവർക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാ മംഗളങ്ങളും സ്നേഹത്തോടെ നേരുകയാണ്. പിതാവിൻ്റെ പൂർണ്ണതയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക എന്നൊരു സൂചനയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത്. നിങ്ങളുടെ പിതാവ് പൂർണ്ണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുക എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് സുവിശേഷത്തിൻ്റെ അന്ത്യവാക്യം. ഈ പൂർണ്ണതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുവിശേഷത്തിൽ പറയുന്ന ഒരു ബിംബമുണ്ട്. അതായത് ദുഷ്ടൻ്റെ മേലും ശിഷ്ടൻ്റെ മേലും ഒരുപോലെ സൂര്യൻ ഉദിപ്പിക്കുകയും മഴ പെയ്യുകയും ചെയ്യുന്നൊരു ദൈവം. അതൊരു വല്ലാത്തൊരു ചിന്തയാണല്ലോ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ദുഷ്ടനായെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ നല്ലവനാണെന്ന് വിചാരിച്ചോ അവൻ്റെ മേലും രണ്ടുപേരുടെ മേലും വീഴുന്ന സൂര്യരശ്മികളും മഴത്തുള്ളികളും ഒരുപോലെയാണ്. ഒരു വേർതിരിവില്ലാതെ സ്നേഹിക്കുന്ന ഒരു ദൈവം. എൻ്റെ ജീവിതത്തിൽ ഈ വേർതിരിവില്ലാത്ത സ്നേഹമുണ്ടോ? അവിടെ വേർതിരിവില്ലാതെ സ്നേഹിക്കാൻ കഴിയുന്നിടത്ത് എൻ്റെ ജീവിതം കുറെ കൂടി പരിപൂർണമായൊരു ജീവിതമായിട്ട് രൂപാന്തരപ്പെടാം. നമുക്കെന്ത് ചിന്തിച്ച് നോക്കാം. നമ്മുടെ ജീവിതത്തിലെ വേർതിരിവ് അത് ശത്രുവിനെ മിത്രത്തെയല്ല, ഈ മിത്രത്തെ തന്നെ പല രീതിയിൽ നമ്മൾ വേർതിരിക്കുന്നുണ്ടോ? എനിക്ക് ഉപകാരമുള്ളവൻ, എൻ്റെ മക്കളിൽ തന്നെ വേർതിരിവുകൾ, ഓരോ കാര്യങ്ങളിലും ഉണ്ടാകുന്ന ഒരു വേർതിരിവുകളെ ഒന്ന് ധ്യാനിക്കേണ്ട ഒരു ദിവസമാണ്. എൻ്റെ ജീവിതത്തിൽ വ്യത്യസ്തതകളില്ലാതെ എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കാൻ. ഇന്ന് തന്നെ മതങ്ങളുടെ പേരിലൊക്കെ വേർതിരിവ് കാണുമ്പോൾ പിന്നെ എന്തിനാണ് ഈ മതം എന്നൊരു ചിന്തയൊക്കെ വരാറുണ്ട്. വിശ്വാസ ജീവിതം ഒരു സഹോദര തുല്യമായി അപരനെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നിടത്താണ് ഏതൊരു മതവും അതിൻ്റെ പൂർണ്ണതയിലെത്തണത്. എത്രയൊക്കെ വിപ്ലവങ്ങൾ നമ്മൾ പറയുമ്പോഴും എത്രയൊക്കെ ആഴങ്ങളിൽ വേർതിരിവുകൾ പറയുമ്പോഴും എല്ലാ മതങ്ങളുടെയും ആകെ തുകയെന്ന് പറയുന്നത് സ്നേഹം മാത്രമാണ്. അത് ഏത് വിശ്വാസത്തിലാണെങ്കിലും. മറ്റൊരാളെ, എൻ്റെ വിശ്വാസം ഏറ്റുപറയാത്തവനെ, ഞാൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാത്തവനെ, ഞാൻ വിശ്വസിക്കുന്ന മതത്തിൽ വിശ്വസിക്കാത്തവനെ ശത്രുപക്ഷത്ത് കണ്ട് അവനോട് പോരടിക്കുന്നത് അതൊരിക്കലും ഒരു മതത്തിൻ്റെ ആത്മീയതയല്ല, അത് ആ മതത്തിൻ്റെ ശുഷ്കതയാണെന്ന് തിരിച്ചറിയുക. നമുക്കെല്ലാവരെയും ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു വിശ്വമാനവികത ഉണ്ടാവട്ടെ. ക്രിസ്തു പഠിപ്പിച്ച ഏറ്റവും നല്ല പാഠം അത് തന്നെയായിരുന്നു. അവന് സമൂഹത്തിൽ താഴേക്കിടയിലുള്ള എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ, എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കാൻ ക്രിസ്തുവിനൊരു ഹൃദയം ഉണ്ടായിരുന്നു. അത്തരമൊരു ഹൃദയ വിശാലതയിലേക്ക് ഈ നോമ്പുകാലം വളരുന്നിടത്താണ് ഒരു ഈസ്റ്ററിലേക്ക് നടന്നെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. എന്നിലൊരു ക്രിസ്തു രൂപപ്പെടുകയുള്ളൂ. ഈ ഒരു നോമ്പുകാലത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മുടെ പ്രാർത്ഥന അത് തന്നെയാവട്ടെ. മതിൽക്കെട്ടുകളില്ലാതെ, വേർതിരിവുകളില്ലാതെ എല്ലാവരെയും, എൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുന്നവരെയും അല്ലാത്തവരെയും ഒരുപോലെ സ്നേഹിക്കാൻ, ചേർത്ത് പിടിക്കാൻ ഹൃദയം കുറെ കൂടി വിശാലമാകട്ടെ. അതിനുവേണ്ട കൃപ ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും സമൃദ്ധമായി നൽകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.